നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ മുന്നറിയിപ്പ്. മിക്ക പ്രദേശങ്ങളും താപനില വലിയ തോതിൽ കുറയാൻ തുടങ്ങിയതായി നാഷണൽ മെറ്റീരിയോളജിക്കൽ സെന്റർ വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ വടക്കൻ, കിഴക്കൻ, മധ്യപ്രദേശങ്ങളിൽ താപനിലയിൽ വലിയ കുറവുണ്ടായി. അതായത് തബൂക്ക് മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങളായ ജബൽ അൽ ലൗസ്, അലഗാൻ അൽ ദഹർ, വടക്കൻ അതിർത്തിയിലെ അറാർ, തുറൈഫ്, ഹസം അൽ ജലാമിത്, അൽ ജൗഫ്, അൽ ഗുറയത്ത് എന്നിവ ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങളിലും മഞ്ഞുവീഴ്ചയുണ്ടായി. ഇതുകൂടാതെ വടക്കൻ അതിർത്തി മേഖലയിലെ തുറൈഫ് ഗവർണറേറ്റിലും ഗുറയാത്തിലുമാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്. 3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ ഇവിടെ രേഖപ്പെടുത്തിയ താപനില. നേരത്തെ സൗദിയിലെ ഏറ്റവും തണുപ്പുള്ള നഗരമായ തുറൈഫിൽ -12 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കുറഞ്ഞിരുന്നു. മഞ്ഞുവീഴ്ച കാരണം വിശാലമായ സമതലങ്ങളും പർവ്വതങ്ങളും വെളുപ്പിൽ പുതച്ചു കിടക്കുന്ന വിസ്മയകരമായ ദൃശ്യങ്ങളാണ് സൗദിയിൽ പലയിടങ്ങളും. ഇവിടങ്ങളിൽ സന്ദർശകരുടെ വലിയ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതേസമയം രാജ്യത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഏതാനും ദിവസം കൂടി തുടരുമെന്നും രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ഗവേഷകൻ അഖീൽ പറഞ്ഞു. വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ കിട്ടുമെന്നും അധികൃതർ അറിയിച്ചു. അൽ ഗസാല, അൽ ഷാനാനയിലും ഹായിൽ മേഖലയിലെ മിക്ക ഗവർണറേറ്റുകളിലും ഇന്ന് മിതമായ മഴ പെയ്യുമെന്നാണ് പ്രവചനം. വടക്കൻ അതിർത്തി മേഖലയിലെ റഫ, അറാർ, തുറൈഫ്, അൽ ജൗഫ് മേഖലയിലെ സക്കാക്ക, ദുമത്, അൽ ജൻദൽ, അൽ ഖുറയത്ത്, തബർജൽ, അസീർ മേഖലയിലെ അബഹ, ഗാമിസ് മുഷൈദ്, സറത്ത് ഉബൈദ, അഹദ് റുബൈദ, ദഹ്റാൻ അൽ ജനൂബ്, അൽ നമസ്, ബൽഗർനൻ, അൽ മജാരിദ, മഹായിൽ, തനുമ, അൽ ബുർക്ക്, ജസാനിലെ ഫിഫ, അൽ ഗൗബ, അൽ അർദ, ഹറൂബ്, അൽ ഹർസ്, അൽ ദായിർ, അൽ ഷാക്കിക് ബിഷ്, നജ്റാൻ മേഖലയിലെ ഹബൂന, ബദർ അൽ ജനൂബ് എന്നിവിടങ്ങളിലുമാണ് മഴ കിട്ടുക. ബുറൈദ, ഉനൈസ, അൽറാസ്, അൽ ഗാസി മേഖലയിലെ ഒട്ടുമിക്ക ഗവർണറേറ്റുകളിലും ഹഫർ അൽ ബത്തീൻ, ഖഫ്ചി, അൽ നൈരിയ, ഖറിയത്ത്, അൽ ഒലയ, ഖത്തീഫ്, ദമാം എന്നിവിടങ്ങളിലും മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കിഴക്കൻ പ്രവിശ്യയിലെ ദഹ്റാൻ, അൽ ഗോബാർ, അബ്ഖൈഗ, അൽ അക്സ, റിയാദ് നഗരത്തിന് പുറമെ അൽ ഗർജ്, അൽ മുസ്ഹാമിയ, അൽ ഗുവയ, അൽ മജ്മ, അൽ സുൽഫി, അൽ ഗത്ത്, ഷഹ്റ, റമക്, റിയാദ് മേഖലയിലെ അൽ ദവാത്മി, അഫീഫ് എന്നിവിടങ്ങളിലും മഴ പെയ്യും. തിങ്കളാഴ്ച മുതൽ അൽ ജൗഫിലും വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലും ഹായിൽ, അൽ ഖാസിം, കിഴക്കൻ പ്രവിശ്യ, റിയാദ് മേഖലകളിലും നജ്റാൻ, അസീർ, അൽ ബാഹ, മക്ക പ്രദേശങ്ങളും ഉപരിതല കാറ്റ് ശക്തമായി വീശുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചു. തബൂക്ക്, അൽ ജൗഫ്, വടക്കൻ അതിർത്തി മേഖല, ഹൈൽ, അൽ ഖാസിം എന്നീ മേഖലകളിൽ താപനിലയിൽ പ്രകടമായ കുറവുണ്ടാകുമെന്നും അതേസമയം തിരമാലകൾ 2.5 മീറ്ററിലധികം ഉയരാൻ ഇത് കാരണമായേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മദീന മേഖലയുടെ വടക്കൻ ഭാഗത്തെ ഏറ്റവും കുറഞ്ഞ താപനില 1 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചു.